ഇന്നൊരു പുഡിംഗ് ആയാലോ, പൈനാപ്പിൾ പുഡിംഗാണ്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഡെസേർട്ട് എന്തായാലും ഇഷ്ടപ്പെടും. 3 ലെയറിൽ വരുന്ന പുഡിംഗാണ്. ബ്രെഡും പൈനാപ്പിളും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണല്ല, അപ്പോൾ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ഫസ്റ്റ് ലെയർ നിരത്തി വെച്ച് കൊടുക്കാം. ബ്രൗൺ പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു പാൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത പൈനാപ്പിളും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് കാരമലായി വരുമ്പോഴേക്കും ഓഫ് ചെയ്യുക. എന്നിട്ട് ബ്രെഡിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് പാലും കണ്ടൻസ് മിൽക്കും ചേർത്തിട്ട് നമ്മുടെ ബ്രെഡിന് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ആ ബ്രെഡ് നന്നായിട്ടൊന്ന് സോക്കാവട്ടെ. ഇനി അടുത്ത ലെയർ 1/2 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ജ്യൂസായിട്ട് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലോറും കുറച്ച് വെള്ളവും ചേർത്തത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലോട്ട് ജ്യൂസ്, അതുപോലെ തന്നെ കോൺഫ്ലോർ, പഞ്ചസാര, കണ്ടൻസ് മിൽക്ക്. പഞ്ചസാര നേരത്തെ ചേർത്തുണ്ട് കേട്ടോ. കണ്ടൻസ് മിൽക്കും ചേർത്ത് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ബ്രെഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത് സെറ്റായതിന് ശേഷം മാത്രം അടുത്ത ലെയർ കേട്ടോ. ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് ചൂടാക്കി മെൽറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് പാല്, അതിലോട്ട് നമ്മുടെ ചൈന ഗ്രാസ്, പഞ്ചസാര, കണ്ടൻസ് മിൽക്ക്, അതുപോലെ തന്നെ പൈനാപ്പിൾ എസൻസ്. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് കുറുകി തിളച്ച് വരുമ്പോൾ നമ്മുടെ 3ാമത്തെ ലെയറും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ പുഡിങ് റെഡിയായി. ഇല്ല കേട്ടോ, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ. ആക്രാന്തമുള്ളവർക്ക് ചെറിയ കപ്പിൽ ടേസ്റ്റ് ചെയ്യാൻ എന്നെ പോലെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് കഴിക്കാം. ഈ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ലെവലാട്ടോ.